അപ്പോൾ തോർത്തും മുണ്ടും ഡ്രസ്സൊക്കെ എടുത്ത് ഫേസ് വാഷും കയ്യിലാക്കിയിട്ട് അമ്മായിയുടെ വീട്ടിലേക്ക് കുളിക്കാൻ പോവാണ്. ഹലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി ചൂസ് ചെയ്തതിന് ഞാൻ നിങ്ങളോട് താങ്ക് യു പറയാണ്. ഇത്രയും വീഡിയോസ് ഉണ്ടായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി ചൂസ് ചെയ്തില്ല, അതിന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു പറയാണ്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. നിങ്ങൾക്ക് ആർക്കും ഞാൻ അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആവില്ല, കാരണം ഞാൻ അധികം വ്ളോഗുകൾ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയുക. ഞാൻ മാക്സിമം അത് റിക്കവർ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഞാൻ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എൻ്റെ പേര് സ്നേഹ, എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അമ്മയ്ക്ക് കാലിന് വെരിക്കോസിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ കാലിന് ചെറുതായിട്ട് വേദന ഉണ്ടായിരുന്നു രാത്രിയൊക്കെ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചേലക്കരയിൽ എത്തിയിട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2-3 മിനിറ്റിൻ്റെ ദൂരം ഉണ്ട് കേട്ടോ ചേലക്കരയ്ക്ക്, ഓട്ടോയിലാണെങ്കിലും നമ്മുടെ ബൈക്കിലാണെങ്കിലൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള്. ഞാൻ 1 മുതൽ 10 വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ ഇത്. ഞാൻ ബസ് കയറാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് തൃശ്ശൂരുള്ള ESIയുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഇനി കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കാണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പേപ്പറൊക്കെ ശരിയാക്കിയിട്ട് വരെ. നമ്മുടെ ഭാഗ്യം കാരണം 2 ബസ് കയറിയതിലും സീറ്റ് കിട്ടിയില്ല കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഓൾറെഡി കാലിന് ചെയ്യാണ്ടിരിക്കുക, അപ്പോൾ സീറ്റും കൂടി കിട്ടാണ്ടിരുന്നത് ഇപ്പോൾ നല്ലോണം രസമായിട്ടുണ്ട്. സ്റ്റിക്കർ പോലെയായിരുന്നു നമ്മൾ ബസ്സിലിരിക്കണ്ടായിരുന്നേ, അതുകൊണ്ടാണ് ബസ്സിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. എനിക്ക് സീറ്റ് കിട്ടിയാലും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ അമ്മയ്ക്ക് കാലം വെച്ചിട്ട് നല്ലോണം വേദന കൂടി. നമ്മൾക്ക് ടോക്കൺ കിട്ടിയത് 36 കേട്ടോ. 30 ടോക്കൺ ആയപ്പോൾ തന്നെ ഡോക്ടർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും ഡോക്ടർ വരും. അപ്പോൾ പിന്നെ അങ്ങനെ പോകാമെന്ന് കേട്ടോ വിചാരിക്കണേ. പിന്നെ ESIയുടെ പേപ്പർ ശരിയാക്കാൻ വേണ്ടി കുറേ നടന്നു, അപ്പോൾ അതിൻ്റെ ക്ഷീണവും നന്നായിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ വന്നു. ദോശയും പിന്നെ സാമ്പാറും ചട്നിയും ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. തീരെ കനലില്ലാത്ത ദോശയായിരുന്നേ. നമ്മൾ ഡോക്ടറിനൊക്കെ കണ്ട് മെഡിസിനൊക്കെ വാങ്ങിയിട്ടോ. ഇനി നമ്മളടുത്ത് അമ്മേനെ സർജനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്ന് ലീവാണ്, അപ്പോൾ ഇന്ന് കാണിക്കുന്നില്ല കേട്ടോ. നമുക്ക് അത്താണിയിൽ നിന്ന് ബസ് കിട്ടിയിട്ടോ, ചേലക്കര ഡയറക്റ്റ്. ഈ ബസ്സിൽ പിന്നെ സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് സമാധാനം. ഇത്ര നേരം ബസ്സിൽ നിന്ന് വന്നിട്ട് ബസ്സിൽ സീറ്റ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. നേരെ വീട്ടിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ബസ്സിൽ കയറിയത്. പക്ഷേ ബസ്സിൽ വെച്ചിട്ടാണ് മേമേനെ കണ്ടത്. പിന്നെ മേമയുടെ വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് നമ്മൾ മണലാടി ഇറങ്ങി മേമയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. മേമയുടെ വീട്ടിലേക്ക് വീട് പണി കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടില്ല, അപ്പോൾ അതാണ് മേമ അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടേ ഇരുന്നത്. അമ്മയ്ക്ക് ഏറ്റവും പേടിയുള്ള സാധനം പട്ടീനെ. മേമയുടെ വീട്ടിലൊരു പട്ടിയുണ്ട്, ആ പട്ടീനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങൾ ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കണത്. അപ്പോൾ അതിന് കെട്ടിയിട്ടിട്ട് നമുക്ക് ഉള്ളിൽ കയറാം കേട്ടോ. ആരോ വന്നെന്ന് മനസ്സിലായി. അതെ, ഹേമ കെട്ടിയിട്ടിട്ടില്ലേ? എവിടെ? അച്ഛോ, എന്താണ്? ഒന്നും ചെയ്യില്ല. എന്താണ്? അമ്മയും മേമയും കൂടിയിട്ട് കണ്ടിട്ട് കുറച്ച് കാലമായിട്ടോ. അതുകൊണ്ട് ഒരു വിശേഷമൊക്കെ പറഞ്ഞ് അമ്മയുടെ കാലത്തെ നീരും ഞരമ്പൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. വെരിക്കോസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അമ്മയുടെ ഞരമ്പൊക്കെ ഇങ്ങനെ വീർത്തിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് മേമയും അമ്മയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണേ. ഇവനെ ഒന്ന് വശീകരിക്കാൻ പറ്റുമോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവന് മിഠായി കൊടുത്തിട്ട് സെറ്റാക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. നിനക്ക് ഞാൻ ഒരെണ്ണം കൂടി തരട്ടെ? ഇക്രു ഒരെണ്ണം കൂടി തരട്ടെ? എന്നാ നോക്ക് ഇക്രു, നമ്മൾ കമ്പനി ആയോ ചെറുതായിട്ട് അല്ലേ? സുന്ദരനാണോ? സുന്ദരൻ ആണോ? ചെറുതായിട്ട് ഞങ്ങൾ കമ്പനിയായി ഗൈസ്. മിഠായി കൊടുത്ത് വശീകരിച്ചതാ.
അങ്ങനെ ഞാനും അവനും ചെറുതായിട്ടൊന്ന് കമ്പനി ആയിട്ടോ. അവൻ എന്നെ കണ്ട കുറയ്ക്കുന്നില്ല ഇപ്പോൾ. പിന്നെ മേമയുടെ വീട്ടിൽ നമ്മൾ പൊറോട്ടയും ബീഫും കഴിച്ചേ. ഇത് മേമയുടെയും മാമൻ്റെയും കല്യാണ ഫോട്ടോ ആണ് കേട്ടോ. അതിപ്പോൾ നീ പറയണോ, കണ്ടാൽ മനസ്സിലാവില്ലെന്ന് നിങ്ങൾക്ക് തോന്നും, സ്വാഭാവികം. ഇത് മേമയുടെ വീട്ടിൽ കുറേ ചെടികളുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എവിടെ ചെടികൾ കണ്ടാലും കുറച്ച് പറിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. അതാണ് എൻ്റെ ഒരു, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പം ഞാൻ മേമയുടെ അടുത്ത് നിന്ന് കുറച്ച് ചെടികളും പറിച്ച് കൊണ്ടുപോയി കേട്ടോ. നമ്മൾ പോവാണ്, മേമ ഒന്ന് പോകണ്ടെന്നൊക്കെ കുറേ പറഞ്ഞു. പക്ഷെ നമുക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. വീട്ടിൽ മോട്ടർ നാശമായി പണ്ട് അമ്മമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചെന്നിട്ട് വേണം ഒരാളെ കൊടുന്ന് നേരാക്കാൻ. അങ്ങനെ മേമയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഓമക്കായും കുറച്ച് ചെടികളൊക്കെ പറിച്ച് മേമയോടും ടാറ്റ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടോ, കുറേ കാലത്തിന് ശേഷം മേമേനെ കണ്ടപ്പോൾ. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കണ്ടതല്ലേ, അതാവും ഇത്ര സന്തോഷമല്ലേ. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ മണലാടി തിരിച്ചെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് ബസ് കയറി നേരെ ചേലക്കരയ്ക്ക് പോകണേ. അങ്ങനെ നമ്മൾ ചേലക്കരയിലെത്തി. ചേലക്കരയിലുള്ള ഫോൺ ഗാലറിയിലാണ് കേട്ടോ ഇപ്പോൾ. എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് നമ്മളിവിടെ. പിന്നെ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ ചേലക്കരയുള്ള വിജയ് ഫാൻസിയിൽ വന്നു കേട്ടോ. എൻ്റെ ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓടി പോകാൻ കേട്ടോ. ബ്ലാക്ക് ഷർട്ട് ഇട്ട് ഇവിടുത്തെ മാനേജറാണ്. ഇതെൻ്റെ ഗീതു ആൻ്റിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുഞ്ഞുമഞ്ചേട്ടൻ്റെ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ഞങ്ങൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മമ്മയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ അമ്മ. ചത്തു ഗായ്സ്, ചത്തു. ചാവാൻ ഇനിയൊന്നും ബാക്കിയില്ല. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് കുളിച്ചിട്ടൊന്ന് കിടക്കാനാണ് ഇപ്പോൾ നോക്കാൻ പോണേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവൾ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്താ ഇവളുടെ മുഖത്ത് ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഉള്ളതെന്ന്. അതെ ഗൈസ്, നമ്മൾ കുളിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെള്ളമില്ല, മോട്ടർ നാശമായിക്കുക. അപ്പോൾ മോട്ടർ ശരിയാക്കാൻ വേണ്ടിയിട്ട് ആൾ വരണുള്ളൂ. തുള്ളി വെള്ളമില്ല. ഒന്ന് കുളിച്ചിട്ട് വേണം കിടക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത്. ഇനിയിപ്പോൾ എന്തായാലും കുളിക്കാണ്ട് കിടക്കാനും പറ്റില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഇരിക്കാം. മോട്ടർ നേരാക്കാൻ ആൾ വന്ന് മോട്ടർ നേരാക്കി കുളിച്ചിട്ട് കിടക്കാം. അപ്പോൾ തോർത്തുമുണ്ടും ഡ്രസ്സൊക്കെ എടുത്ത് ഫേസ് വാഷും കയ്യിലാക്കിയിട്ട് അമ്മായിയുടെ വീട്ടിലേക്ക് കുളിക്കാൻ പോവാണ്. ഇവിടെ ഇനി എപ്പോൾ വന്ന് ശരിയാക്കാനാണാവോ. അപ്പോൾ നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മൾ വീടെത്തി ഗൈസ്. അമ്മായി എവിടെയാണാവോ, അമ്മായിനെ നോക്കട്ടെ. അമ്മായി എവിടെ? അമ്മായി ഇവിടെ പാത്രം എന്തോ കഴുകുകയാണ്. അല്ല, വിളക്ക് കത്തിക്കാൻ പോവുക. അപ്പോൾ വിളക്ക് വെറുതെ വെള്ളത്തിൽ കഴുകിയെടുക്കുക. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം. അമ്മായി വിളക്കൊക്കെ കത്തിക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ കുളിച്ചിട്ട് വന്നു കേട്ടോ. നമ്മൾ ടീഷർട്ട് നേരത്തെ ഇട്ട് തന്നെ ഇട്ടത്, കുറച്ച് നേരമല്ലേ ഇട്ടുള്ളൂ. അതുകൊണ്ട് ഇതന്നെയാണ് ഇട്ടത്. അപ്പം നമുക്ക് പുറത്ത് നല്ല മഴയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മഴയൊക്കെ പോയിട്ട് നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ. മഴ കുറച്ചെങ്കിൽ പോവും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി തിരിച്ചിട്ട്. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ ഞാൻ താങ്ക് യു പറയുകയാണ്. ഇത്രയും നേരം എൻ്റെ കത്തി വാചകയിലേക്ക് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. തുടർന്ന് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.